ഹലോ എവരി വൺ. ക്ലാസ് 10 പഠിക്കുന്ന ഒരു കുട്ടിയുടെ സാറ്റിൻ്റെ സ്കോറാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. നമ്മൾ ചെറുപ്പകാലം തൊട്ട് കേട്ടിരുന്ന പഴയ ആമയുടെയും മുയലിൻ്റെ ഒരു ഓട്ട മത്സരത്തിൻ്റെ ഒരു കഥയുണ്ട്. അതായത് ഒരാൾ നാച്ചുറലായിട്ടുള്ള ടാലൻ്റ് ഉള്ള ഒരാളും മറ്റേ ആൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് റേസിൽ ജയിക്കുന്ന ഒരാളും. സിമിലർ ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആദ്യം കാണാം ഈ കുട്ടിയുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സ്കോറ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ അടിപൊളി സ്കോറൊന്നുമല്ല. 2 കാര്യത്തിൽ മാത്രം പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. പക്ഷേ ഈ കുട്ടിയുടെ നോളജ് ടെസ്റ്റിൽ നമ്മൾ പോയി നോക്കി കഴിയുമ്പോൾ, അതായത് 7-8 സബ്ജക്റ്റുകളിലെ നോളജുകൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടി ഓവറോൾ ആവറേജിനേക്കാളും ബെറ്റർ ആയിട്ട് എല്ലാ ക്ലാസ്സിലും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് ചോദിക്കാം, എന്തിനാണ് ഇതിൽ ഇത്ര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടാകുക എന്നത്. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പറയാവുന്ന ഒരു കാര്യം, സാറ്റിൽ അല്ലെങ്കിൽ ഏത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലാണെങ്കിലും ഈ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാര്യം യൂഷ്വലി നിങ്ങളുടെ ഒരു ഇൻബോൺ ടാലൻ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ ആകാം, പ്രിവിലേജ് ആകാം. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷേ നോളജ് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടിനെയും ഹാർഡ് വർക്കിനെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നോളജ് ഗെയിൻ ചെയ്യണമെങ്കിൽ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ട് പോകണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ കഥയിൽ ഇൻബോണും നാച്ചുറലും ആയിട്ടുള്ളൊരു ടാലൻ്റാണ് ആപ്റ്റിറ്റ്യൂഡ്. അത് നമ്മുടെ മുയലാണ്. ഈ നോളജും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടും ഹാർഡ് വർക്കും ആണ് നമ്മുടെ കഥയിലെ ആമ എന്നുള്ളൊരു കാര്യം. സാറ്റിൻ്റെ ഡാറ്റ നമുക്ക് 4 രീതിയിൽ ഒരു ലാർജ് നമ്പർ ഓഫ് സെറ്റ് ഓഫ് പീപ്പിളിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ആൾക്കാരായിരിക്കും ജന്മന ഹൈ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും, അവർക്ക് അതിൻ്റെ ഒപ്പം ഹൈ നോളജ് ഉണ്ടാകും. അതായത് അവർക്ക് ഇൻഹറൻ്റ് ആയിട്ട് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതിൻ്റെ ഒപ്പം അവർ ഹാർഡ് വർക്കിങ്ങും എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ്, അവർക്ക് ഹൈ നോളജ് ഉണ്ടാകും. ഇവരെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇവർ ഓട്ടോമാറ്റിക്കായി തന്നെ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരാണ് സെറ്റ്. അടുത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഹൈ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും, 2 ലോ നോളജ് ഉണ്ടാകും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹറൻ്റ് ആയിട്ട് അവർക്ക് അത്യാവശ്യം ടാലൻ്റ് ഉണ്ട്, പക്ഷേ എഫേർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ലോ ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ കഥയിലെ മുയലാണ് ഇവർ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ ഹൈ നോളജ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് കുറവാണെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് എന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കഥയിൽ ആമയാണ് ഇവർ. അതിനേക്കാൾ ഉപരി ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുന്ന കുറേ സെറ്റ് ഓഫ് ആൾക്കാർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. ആ ഒരു സെറ്റ് ഓഫ് കാറ്റഗറിയാണ് ഇവിടെ. ഈ ലാസ്റ്റ് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും, ലോ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, ലോ നോളജ് ഉണ്ടാവും. അതായത് ഇൻഹറൻ്റ് ആയിട്ടുള്ള ടാലൻറ്റും കുറവായിരിക്കും, അവർക്ക് എഫേർട്ട് കൊടുക്കാനുള്ള എബിലിറ്റിയും കുറവായിരിക്കും എന്നൊരു കാര്യം. അപ്പം എപ്പോഴും ഒരു സ്റ്റുഡൻറ്റും ബാഡ് സ്റ്റുഡൻ്റ് അല്ല, ദർ ആർ ഓൺലി ബാഡ് കണ്ടീഷൻസ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ അവരെയും മുമ്പോട്ട് കൊണ്ടുവരേണ്ടത് സൊസൈറ്റിയുടെ ആവശ്യമാണ് എന്നൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ ആപ്റ്റിറ്റ്യൂഡിൻ്റെ നോളജിൻ്റെയും ഈ ഒരു മെട്രിക്സ് പറയാൻ കാര്യം, പല കാര്യങ്ങളിലും നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ആകണമെന്ന് നിർബന്ധമില്ല. ഈ നോളജിൻ്റെ എഫേർട്ട് കൂടുന്നതനുസരിച്ച് നമുക്കുണ്ടാകാവുന്ന ഔട്ട്പുട്ടുകളും ഡിഫറൻ്റ് ആയിരിക്കാം. അത് കുറേ യൂഷ്വലി പോസിറ്റീവ് ആകാനുമുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നൊരു കാര്യമുണ്ട്. താങ്ക് യു സോ മച്ച്.